ഗതാഗത മന്ത്രി തത്സമയം ചേരുന്നു. ചില അപ്രതീക്ഷിതമായ അപകടങ്ങൾ നമ്മൾ അന്ന് കണ്ടു. റോഡിൽ ഉറങ്ങിക്കിടന്നവരുടെ പുറത്തൂടെ വണ്ടി കയറുക, അത് കഴിഞ്ഞ ദിവസം റീൽസ് എടുത്തിട്ട് മരിക്കുക, അങ്ങനെ പല തരം മരണങ്ങളാണ്. അപ്പോൾ ഏതായാലും ഇക്കാര്യത്തിൽ വളരെ സീരിയസ് ആയി തന്നെ നമ്മൾ സാധാരണ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുങ്ങി മരണമാണ് ഒരു വർഷത്തിൽ, അതിനേക്കാൾ കൂടുതൽ ആക്സിഡൻറ്റ് ഡെത്ത് വരികയാണ്. പക്ഷേ പല സ്ഥലത്തും ആക്സിഡൻറ്റ് കുറഞ്ഞെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരുപാട് ആക്സിഡൻറ്റും ഡെത്തും നമ്മൾ ഇവിടെ ഉണ്ടായ ആലപ്പുഴയിലുണ്ടായ അപകടം, അതൊക്കെ വണ്ടി ഓടിക്കുന്നവർ ഡിമ്മടിക്കാത്തതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ നടത്തിയൊരു പരിശോധനയിലും പഠനത്തിലും മനസ്സിലായത് ആ വണ്ടിയുടെ മുന്നിൽ വന്ന ഡ്രൈവർ ആ വെള്ള കാർ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്, ആ കാറുകാരൻ ഡിമ്മടിച്ചു കൊടുക്കാത്തതുകൊണ്ട് കുട്ടികളുടെ കണ്ണിലേക്ക് ലൈറ്റ് ഫ്ലാഷ് ചെയ്ത് അടിച്ചിട്ട് അവർക്ക് കൺട്രോൾ പോയി. എന്താണെന്ന് മനസ്സിലാവാതെ വന്നപ്പോൾ അവർ ഒരു ബ്ലൈൻഡ് സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്തതാണ്. അതാണ് ആ അപകടത്തിൻ്റെ കാരണമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നത് പ്രമാണിച്ച് പോലീസ് വകുപ്പുമായും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഉടൻ ഒരു ശക്തമായ ഒരു ഡ്രൈവ്, മാധ്യമങ്ങളുടെ സഹകരണവും ഞാൻ തേടുകയാണ്. എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും വിഷ്വൽ മീഡിയയും പത്രങ്ങളും എല്ലാവരും സഹകരിക്കണം. നമ്മൾ അടിയന്തരമായി ഇതിനെതിരെ ഒരു ഡ്രൈവ്, ഒരു ബോധവൽക്കരണവും ഒരു ഡ്രൈവ് ആരംഭിക്കേണ്ടതുണ്ട്. വലിയ ട്രെയിലർ പോലുള്ള സിമെന്റ് കയറ്റി വരുന്ന ലോറി എന്നാണ്. അപ്പോൾ ഇത്തരം ലോറികളുടെ വേഗത നിയന്ത്രിക്കാനും കാര്യങ്ങളിൽ അതിന്റെ യന്ത്രഭാഗങ്ങളെ സുരക്ഷിതത്വം നോക്കാനുള്ള എന്തെങ്കിലും മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെക്കാനിസം ആ നിരോധനം എപ്പോഴും ഉണ്ട്. ടിപ്പർ ലോറിയുടെ നിരോധനം എപ്പോഴും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സ്പീഡ് ഗവർണർ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു വളരെ മോശമായ ഒരു പ്രവണതയുണ്ട്. ഈ അടുത്ത കാലത്ത് ടിപ്പർ ലോറികൾ മുഴുവൻ നമ്മൾ ഒരു റൗണ്ട് കേരളത്തിൽ പരിശോധിച്ചു. അതിൽ നല്ലൊരു ശതമാനം, ഒരു 40 to 45% വണ്ടികളിലും ഈ സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കണം. ഒന്നിൽ ഊരിയിടും, അല്ലെങ്കിൽ ടാമ്പർ ചെയ്യും. അപ്പോൾ അത് കർശനമായി പിടിക്കുകയും അതിനകത്ത് വലിയ ഒരു ഫൈൻ വരികയും, വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ച് കണക്ട് ചെയ്യാതെ ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാതെ വിടില്ല വണ്ടി. അങ്ങനെ ഒരു സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഈ തൃശ്ശൂർ പാലക്കാട് എറണാകുളം റൂട്ടിൽ വളരെ നല്ല റോഡാണ്. അപ്പോൾ ആ റോഡിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന പ്രമാണിച്ച് ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേതൃത്വത്തിൽ നൈറ്റിലും ഒരു പരിശോധന നടത്തുകയാണ്. രാത്രി അല്ല, തീർച്ചയായിട്ടും അവിടെ ചെന്ന് എന്താണ് ഇപ്പം തന്നെ ഇപ്പോൾ ആളെ പോകും. ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഡൽഹിയിലാണുള്ളത്. അപ്പോൾ ഏതായാലും നാളെ ഏതായാലും ട്രിവാൻഡ്രത്തേക്ക് എത്തും. അതിനു മുമ്പ് തന്നെ സീനിയർ ഓഫീസർമാരെ ഇന്ന് തന്നെ അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാട്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കണം. ഈ പറഞ്ഞതുപോലെ സ്പീഡ് ഗവർണർ ഊരിയിട്ടിട്ടുണ്ടോ, അത് ലോറികളിലെല്ലാം ഊരിയിട്ടിരിക്കാൻ. അപ്പോൾ പക്ഷേ നമ്മൾ ഇത്രയും നല്ല റോഡ് വരുമ്പോൾ റോഡിന് അനുസരിച്ചുള്ള സ്പീഡ് കൊടുത്തേ പറ്റൂ. പക്ഷേ അത് സ്പീഡ് ഗവർണർ ഊരിയിട്ടുകൊണ്ട് ഉള്ള ഓടിപ്പാണ്. പല ഡ്രൈവിങ്ങും മദ്യപിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് വ്യാപകമായി ഒന്ന് പിടിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ ഒരു ബോധവൽക്കരണം, ഇന്നത് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ തന്നെ കണ്ടു, കോഴിക്കോട് ഒരു റീൽസ് എടുത്തുകൊണ്ടിരുന്ന അത് നമ്മൾ പൊതുനിരത്തിൽ അല്ല റീൽസ് എടുക്കേണ്ടത്. പൊതുനിരത്തിൽ അതിന് വേണ്ട സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ട് സ്വസ്ഥമായി അത് ചെയ്യാന്നുള്ളതല്ലാതെ പൊതുനിരത്തിൽ എല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് റീൽസ് എടുക്കുക, നമ്മളതിനെ പിന്നെ സർക്കസ് കാണി, ബൈക്കിൽ 3 പേരുമായി ഹെൽമറ്റ് ഇല്ലാതെ പോകുന്നത് വ്യാപകമായ കാഴ്ചയാണ്. പിന്നെ അത് ഇപ്പോൾ ഒരു സിറ്റിസൺ ആപ്പ് വന്നതിന് ശേഷം ഒരുപാട് കേസുകൾ ഫോട്ടോയായിട്ടും വീഡിയോ ആയിട്ടും ഷൂട്ട് ചെയ്ത് ജനങ്ങൾ അയക്കുന്നുണ്ട്. അതിന് നല്ല ഫൈൻ കൊടുക്കുന്നുണ്ട്. ആ സിറ്റിസൺ ആപ്പ് വന്നതിന് ശേഷം വളരെയധികം ഓരോ ജില്ലയിലും ഓരോ RTO ഓഫീസിലും 40-50 വീതം 2 ആഴ്ചയ്ക്കുള്ളിൽ 1 ആഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ ഫൈൻ വരുന്നുണ്ട്. അതിനെല്ലാം ഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഒഫൻസ് കണ്ടെത്തി നടപടി എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി സ്വയം ബോധവാന്മാരാകേണ്ടതുണ്ട്. ഈ ഹെൽമറ്റ് വയ്ക്കാതെ 3 പേര് ബൈക്കിൽ പോകുന്നൊക്കെ കുട്ടികൾ കാണുന്നു, അവർ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. നമ്മളൊരു ഡ്രൈവിംഗ് ഡിസിപ്ലിൻ എന്നൊരാശയം സ്വയം നടപ്പിലാക്കുകയല്ലാതെ ഇതിന് ശാശ്വതമായ പരിഹാരമല്ല. നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നൊരു മര്യാദയൊക്കെ ഉണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് ക്യാമറ വയ്ക്കാനും എല്ലായിടത്തും പോയി. അപ്പോൾ സിറ്റിസൺ ആപ്പ് വന്നപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ക്യാമറ വെച്ചതുപോലെയാണ്. കാരണം പബ്ലിക് അത് കാണുകയും അവരത് ഷൂട്ട് ചെയ്തിട്ട് അയച്ചു തരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതൊരു ഗുണമുണ്ട്. പക്ഷേ അതുകൊണ്ടായില്ല. നമ്മൾ പൊതുവിൽ ഒന്ന് ബോധവാന്മാരാണ്. എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടുണ്ട്. അല്ല, അത്തരത്തിലൊരു പരാതി നാട്ടുകാരുടെ ഭാഗത്തുനിന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇടപെടുകയും റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടിയുണ്ട്. ധാരാളം റോഡുകളിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഈ ബ്ലാക്ക് സ്പോട്ടുകൾ പരിഹരിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു അപകടകരമായ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ അപകടവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടുക അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഫോൺ വഴി അദ്ദേഹം എൻ്റെ കൂടെ വന്നതാണ്. പുറത്ത് വേറൊരു ഓഫീസറെ കാണാൻ പോയിരിക്കുന്നത്. വന്ന ഉടനെ തന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇപ്പം തന്നെ RTO എല്ലാം അവിടെ പോയി കാണും. പാലക്കാട് RTO, മണ്ണാർക്കാട് ജോയിൻ്റ് RTO എല്ലാവരും പോകും. അത് അവർ ഉത്തരവാദിത്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു നടന്നുപോയൊരു കാര്യത്തെക്കുറിച്ച് ഒന്നും ദൗർഭാഗ്യകരമെന്നല്ല ഒന്നും പറയാനില്ല. കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. സ്കൂളിൽ പോയിട്ട് പരീക്ഷയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്.
അത് നമുക്ക് ഒരു താങ്ങാൻ പറ്റുന്നൊരു ഇതല്ല. ആ ആലപ്പുഴ സംഭവം തന്നെ നമുക്ക് തീരെ താങ്ങാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ കർശനമായ നടപടിയെടുക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് തന്നെ ഒരു മീറ്റിങ്ങിന് പോലീസിൻ്റെ ഹയർ ഓഫീസേഴ്സുമായിട്ടും ഒരു മീറ്റിംഗ് നടത്താനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനോട് പറഞ്ഞിരുന്നു. ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അദ്ദേഹം തന്നെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ ഏറ്റവും നല്ലതെന്നാണ് വിശ്വസിക്കുന്നത്. പോലീസ് അദ്ദേഹത്തിനോട് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം തന്നെ പോലീസ് ഹയർ ഓഫീസേഴ്സും മോട്ടോർ വെഹിക്കിൾ എല്ലാവരും കൂടെ ചേർന്ന് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചേർന്നൊരു ഡ്രൈവ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. ഈ സംഭവം കൊണ്ട് പറയുന്നതല്ല, ഇന്നലെ തന്നെ തീരുമാനിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ലെവലിൽ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു യോഗം വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവരും കൂടെ ചേർന്നിട്ട്. ഇപ്പോൾ ഇതിൽ നേരത്തെ നടന്ന ഈ ലോറി ആളുകളുടെ മേളിലൂടെ കയറി ഇറങ്ങിയ സംഭവത്തിലും ഇതിലും ലോറിയിൽ നിന്നുള്ളൊരു കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പം അല്ല, അതിൻ്റെ കാര്യം എന്താണ് നമ്മൾ അന്വേഷിക്കണം. ഈ ലോറിയുടെ ഡ്രൈവർ മദ്യപിച്ചിരുന്നോ, എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാര്യം എന്ന് നോക്കിയാലേ അറിയാൻ പറ്റും. ഇപ്പോഴേ ഞാൻ പറയുന്നത് അല്ല, നമ്മൾ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഉന്നയിച്ചിട്ടില്ല. കാരണം റോഡിനെ സംബന്ധിച്ച വിഷയം PWDയിൽ പറഞ്ഞ് കാണാം. എനിക്ക് MLA പറഞ്ഞാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതെനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ളതിൽ ഇത് ഉന്നയിച്ചിട്ടില്ല. കാരണം അത് ഉന്നയിക്കണം അവർ ശ്രദ്ധിക്കില്ല. കാരണം വെച്ചാൽ ട്രാൻസ്പോർട്ട് മന്ത്രിയോടല്ലല്ലോ ഇത് പറയേണ്ടെന്ന് വിചാരിച്ചാണ്, റോഡിന് ഇങ്ങനെ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം. പക്ഷേ PWD അത് ശ്രദ്ധയിൽപ്പെടുത്തി PWD ചെയ്യും എന്നാണ് വിശ്വാസം. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് ചെയ്യും. അല്ല, അത് എന്നോടല്ല ഉന്നയിച്ചത്. ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാരണം എന്നോടല്ല ഇപ്പോൾ ഈ അപകടം നടക്കുമ്പോൾ നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും MLA പറഞ്ഞു കാണും. അത് റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും പറഞ്ഞു കാണും. അത് എന്തുകൊണ്ടാണ് ഒരു ഡിലേ വന്നതെന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത്. കാരണം നിയമസഭയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെതായ നിർദ്ദേശം ചെല്ലുമല്ലോ. വീഴ്ച മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ചയുള്ളതായിട്ട് കാണുന്നില്ല. എന്താണെന്നുള്ള കാര്യം പരിശോധിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഈ മദ്യവെച്ചുകൊണ്ടാണോ വണ്ടി ഓടിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, സ്ഥിരം ഒരു ബ്ലാക്ക് സ്പോട്ട് ആണെന്നൊക്കെ പറയുമ്പോൾ അത് പരിശോധിക്കേണ്ടതുണ്ട്. അത് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ കൊണ്ട് ബ്ലാക്ക് സ്പോട്ട് ആണോ എന്ന് പരിശോധിച്ചിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ ഫണ്ട് വേണമെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് കൊടുക്കാനൊക്കെ പറ്റും. നമ്മൾ എല്ലാ സ്ഥലത്തും ഇത് ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുപോരാ, നമ്മൾ പൊതുവായ ഒരു ധാരണ വേണം. നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്കും വേണം, റോഡ് ഉപയോഗിക്കുന്നവർക്കും ഇതിൻ്റെ ഒരു മെക്കാനിസം അറിഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ അവരെ പഠിപ്പിക്കണം കുറച്ചുകൂടി. അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു 2 മാസങ്ങളിൽ ഒരു ആപ്പ് നിലവിൽ വരും. കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും, മുതിർന്നവർക്കും 6 ഭാഷകളിൽ മനസ്സിലാക്കാൻ കഴിയും. ട്രാഫിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആപ്പ് തയ്യാറായിട്ടുണ്ട്. അത് 2 മാസത്തിനുള്ളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്യും. ഫ്രീ ആപ്പാണ്, എല്ലാവർക്കും എടുത്തിട്ട് അതിലൂടെ അതിന് ഒരു 30-37 സ്റ്റേജുണ്ട്. ആ സ്റ്റേജ് ബൈ സ്റ്റേജ് ഇങ്ങനെ ആ ലെവൽസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ പോകുന്നതോടി നമ്മൾ ട്രാഫിക്കിനെ പറ്റി എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ആപ്പ് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് കുട്ടിക്കാലം മുതൽ ഇത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കാർട്ടൂണിക് ഫിഗറൊക്കെ വെച്ചിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രാഫിക്സ്. അതൊന്നും അല്ല കാര്യം. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാലത്തായി വല്ലാത്തൊരു ഒരു ഒരു അപകടങ്ങളുടെ ഒരു കെയർലെസ്നെസ് കാണുന്നുണ്ട്. എല്ലാ അപകടം എടുത്ത് നോക്കും. മദ്യപിച്ചുകൊണ്ട് ആ റോഡിൽ കിടന്നിയ പാവങ്ങളുടെ പുറത്തോട് കയറുക. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പോകുന്നത് ശ്രദ്ധിക്കാതെ അവിടെ ഒരു വേഗത എടുക്കുക. ഈ വണ്ടി ഓടിക്കുന്നവരും അതിൻ്റെ പരിസരത്തെ പറ്റി ഒരു ബോധമാണ്. റോഡിൽ കൂടെ പോകുന്നവർ, നടന്നു പോകുന്നവർക്ക്. തിരുവനന്തപുരത്ത് നടന്ന പ്രൈവറ്റ് ബസ്സുകാരൻ്റെ സംഭവം, ഒരാളെ വണ്ടിയുടെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞു മരിച്ചു. അതിനെക്കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഓവർടേക്കിംഗ് അല്ല, അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് ലെഫ്റ്റിലൂടെ കയറി KSRTC ബസ്സിൻ്റെ കളക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു ഡ്രൈവർ അതിൻ്റെ ഉടമസ്ഥൻ്റെ ആ അത്യാഗ്രഹം കൊണ്ട് ചെയ്ത ഒരു ഇതാണ്. അതിലൊരു ജീവൻ പൊലിഞ്ഞു, ഒരു കുടുംബം തകർന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ അതൊന്നും അങ്ങനെ അവരുടെ ലൈസൻസ് റദ്ദാക്കുമ്പോൾ, അവരുടെ വണ്ടിയുടെ RC ബുക്ക് റദ്ദാക്കുമ്പോൾ അതിന് റെക്കമെൻഡേഷൻ കൊണ്ടുവരുന്നവരുണ്ട്. അതാണ് ഏറ്റവും കഷ്ടമായിട്ട് തോന്നുന്നത് നമുക്ക്. നമ്മൾ ഈ പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് അതാണ് ഏറ്റവും സഹിക്കാനൊക്കാത്തത്. അങ്ങനെയല്ല. പോലീസും മോട്ടോർ വെഹിക്കിളും ചേർന്നുകൊണ്ട് ഒരു വലിയ പരിശോധനയും ഒരു വിലയിരുത്തലും നടത്താനുള്ള ഒരു സംവിധാനം ഉടനുണ്ടാക്കും. അതാണ് നല്ലത്. നമ്മളൊരു കമ്മിറ്റി വെച്ചുകൊണ്ട്, ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചുകൊണ്ട് അത് തീരില്ല. പ്രായോഗികമായി ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ പോലീസാണ്, ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഇത് പരിശോധിക്കുന്ന ആൾക്കാർ, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവർ 2 കൂട്ടരെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു കേരളം മുഴുവൻ ഒരു ഡ്രൈവിലേക്ക് കൊണ്ട്. അല്ല, നമുക്ക് സംവിധാനങ്ങൾ കുറവാണ്. എന്നാൽ നമ്മുടെ സ്ട്രെങ്ത് കുറവാണെങ്കിലും പോലീസ് കൂടി സഹകരിക്കുമ്പോൾ ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ടാവും. പോലീസിൻ്റെ അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വാർത്തകളൊക്കെ കാണുമ്പോഴൊക്കെ മനസ്സിലാവുന്നത്. അത് ഈ ലോറികളുടെ അനിയന്ത്രിതമായ ഒരു പാച്ചിൽ അല്ലെങ്കിൽ അവരുടെ ഒരു അതൊക്കെ എങ്ങനെ നിയന്ത്രിക്കും? ഈ മെയിനായിട്ടുള്ളത് ഈ ഓവർലോഡ്, പിന്നെ ഈ ഓവർ സ്പീഡ്.
ഇത് രണ്ടുമാണ് നമ്മളെ ലോറികളിൽ അപകടം ഉണ്ടാക്കുന്നത്. കാരണം ലോറിയിൽ ഓവർലോഡ് കയറുമ്പോൾ വണ്ടിയുടെ ആ ഒരു നിർമ്മിക്കുന്ന ഡിസൈനിലൊരു ഇത് വെച്ചിട്ട് ഒരു അപകടം ഉണ്ടാകും. മറ്റൊന്ന് സ്പീഡിൻ്റെ കാര്യമാണ്. ഈ ചെറിയ ടിപ്പർ ലോറിക്കൊക്കെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോഡോട് കൂടി പിന്നെ കൺട്രോൾ കിട്ടത്തില്ല. അപ്പോൾ ഒരാൾ മുന്നിൽ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് നിർത്താനുള്ള ഈ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ, ഈ അടുത്തിടെ ഉണ്ടായ ആലപ്പുഴയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസുമായി സഹകരിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് പോകുമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ കരിമ്പയിലെ 4 വിദ്യാർത്ഥിനികളുടെ ദാരുണത്തിനിടയാക്കിയ അപകടത്തിന് ശേഷം ആ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. റോഡിൻ്റെ നിർമ്മാണത്തിലുള്ള അപാകത, റോഡിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഉയർത്തി വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. കാരണം പലവട്ടം ഇത് അവർ ഉന്നയിച്ചതാണ്. നിയമസഭയിലടക്കം ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ അതിന് പ്രതിവിധിയായി നടത്തിയ നടപടികൾ അത് പര്യാപ്തമല്ലായിരുന്നു എന്നുകൂടി നാട്ടുകാർ ആരോപിക്കുന്നു. ഏതായാലും വഴി തടഞ്ഞുള്ള ഒരു സമരം തന്നെയാണ്. 2 മണിക്കൂറായി അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അവശ്യ സർവീസുകൾ, ആംബുലൻസും സ്കൂൾ വാഹനങ്ങളും ഒഴികെ മറ്റ് വാഹനങ്ങളെല്ലാം അവിടെ ആ റോഡിൽ നിലച്ചിരിക്കുകയാണ്. പനയമ്പാടം ഭാഗത്ത് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഏതായാലും മരിച്ച 4 കുട്ടികളുടെയും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ജില്ലാ ആശുപത്രിയിലായിരിക്കും നടക്കുക.